ഇത് നമുക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ മാക്സി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കര നമുക്കൊന്ന് വെട്ടി മാറ്റണം. ഇതിൻ്റെ വേറൊരു മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചതുരക്കഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക, ചാനലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ വേറൊരു നെക്കാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിന് എനിക്ക് തുണി കിട്ടിയില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. വേറെ കളറൊക്കെ കൊടുത്തിട്ട് ഒരു നിറവൊക്കെ വരുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അതിന് സെയിം കളറല്ലാതെ ഒരു ഒറ്റ കളർ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ലാ വേറൊരു നൈറ്റിയിൽ അത് പരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഇതിന് വീനക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് വീനക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ നമുക്ക് വീനക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം, പിന്നെ ആം ഹോൾ അടയാളപ്പെടുത്തണം, പിന്നെ കട്ട് ചെയ്യണം, അതിൻ്റെ താഴെ ഭാഗം അടയാളപ്പെടുത്തണം, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് ഞാൻ ഷോൾഡർ 7.25 കേട്ടോ അടയാളപ്പെടുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഷോൾഡർ ഉള്ള ആളാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വലിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 7.25 അളവാണ് ഷോൾഡറിന് കൊടുത്തിട്ടുള്ളത്. 7.25 താഴത്തേക്ക് ആം ഹോളിൻ്റെ അവിടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്താണ്. ചെസ്റ്റ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, എല്ലാ വീഡിയോ കാണുമ്പോഴും അറിയാം, ചെസ്റ്റ് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതും ചെസ്റ്റിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും പറയാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് ബോഡിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ബോഡി മെഷർമെൻറ്റിലോട്ട് 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4 ഭാഗം പ്ലസ് 1.5. പിന്നെ എന്താണ്, ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന തുണി ആയതുകൊണ്ട് അത്യാവശ്യം വീതിയും വലുപ്പും ഒക്കെ വേണ്ടത് നമുക്ക് കിട്ടും. പിന്നെ എന്താ, നമ്മളെ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് അങ്ങനെ കിട്ടുന്ന തുണികളുണ്ടാവും. അതായത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണികൾ. അത് കറക്റ്റ് 3 മീറ്ററാണെന്ന് അവർ പറയുമെങ്കിലും ഒരു 2.90 ആ ഒരു അളവിലാണ് അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് കൈയൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എന്നുള്ളത് നമ്മൾ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചൊക്കെ എടുക്കുക. എന്നാൽ നമുക്ക് കയ്യിനൊക്കെ നല്ല ഭംഗിയിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്നാണ് കയ്യിനെ നമ്മൾ അപ്പോൾ കട്ട് ചെയ്യേണ്ടത്. പിന്നെ മുറിച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഏച്ച് കൊടുക്കാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ സൈഡിൽ നിന്ന്, അതായത് ഷോൾഡർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് പീസ് ബാക്കി ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ മറ്റേ തുണിയിൽ നിന്ന് എടുക്കുക കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വീതിയും വലുപ്പവും ഒക്കെ ഉള്ളത്, അതായത് 40 ഇഞ്ചുണ്ട്, വിടുത്തുണ്ട്, പിന്നെ ലെങ്ത്തും അത്യാവശ്യം നമുക്ക് വേണ്ടത് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഷേപ്പ് നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷേപ്പിലോട്ട് ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ലൂസ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു 1.5 ഇഞ്ചോളം നമ്മൾ ഷേപ്പിൽ നിന്നും കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗം അതിൻ്റെ ഫുള്ളായിട്ട് ഉള്ള വീതിയും എടുത്തിട്ടുണ്ട്. അതായത് 20 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ ആ ഒരു അതിൻ്റെ ആ വർക്ക് വെട്ടി മാറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് അത്ര തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 20 ഇഞ്ച് താഴെ ഭാഗത്ത് വിടുത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഷേപ്പിൽ നിന്നും ആ 20 ഇഞ്ചിലോട്ട് നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്ലെയറായിട്ട് നമ്മുടെ നൈറ്റി അങ്ങ് നിൽക്കും കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ കയ്യിനുള്ളത് വെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് കട്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കൈ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കൈ നമുക്ക് സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. പക്ഷേ എനിക്കിത് കട്ട് ചെയ്ത പീസ് ആയതുകൊണ്ടും പിന്നെ നമുക്ക് കുറച്ചധികം വീതി ആവശ്യമുള്ളത് കൊണ്ടും ഞാൻ ഇത് 4 മീറ്റർ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഭാഗത്തുനിന്ന് തുണി എടുത്തിട്ട് നമ്മൾ കൈ കട്ട് ചെയ്യാണ്. അപ്പോൾ കൈ കട്ട് ചെയ്യുമ്പോൾ അധികം ആൾക്കും ഇതിൻ്റെ കൈക്കുഴീൻ്റെ അവിടെ എങ്ങനെയാണ്, ആ കുഴീൻ്റെ അളവ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡൗട്ടൊക്കെ ഞാൻ ഇതിൽ ക്ലിയർ ചെയ്ത് തരാം. അതിന് മുന്നേ ഞാനൊരു വീഡിയോ സ്ലീവിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടവർക്ക് ഉണ്ടാവുമല്ലോ ഡൗട്ട്. എന്നാലും ഞാൻ നോക്കാം. താഴെ ഭാഗം നമുക്ക് ബോട്ടം ഭാഗം നമുക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇതിൽ കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനേക്കാളും 1.5 ഇഞ്ച് ഞാൻ ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്.
ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പോലെ തന്നെ ഇത് വെച്ചിട്ട് ബിഗിനേഴ്സിന് വേണമെങ്കിൽ ഈ ഒരു കാര്യം യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് പോവാം, പിന്നെ വളച്ചും തിരിച്ചൊന്നും വരക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പം നമ്മളിത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ താഴോട്ട് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത്, അതായത് ഇപ്പോൾ ഈ ഒരു കുഴി വെച്ചിട്ട് ഞാനിങ്ങനെ ചരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ആ ചരിവ് എത്രയാണ് വേണ്ടത് എന്നുള്ളതായിരിക്കും പലരുടെയും ഡൗട്ട്. അപ്പം നമുക്കത് എത്രയാണെന്ന് വെച്ചാൽ ചെസ്റ്റിനെ 10 കൊണ്ട് ഹരിക്കുക, അതിനെ 1/4 ഇഞ്ച് കുറക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കുഴി എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 40 ആണെങ്കിൽ 40നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 4ന് 1/4 ഇഞ്ച് കുറച്ചാൽ 1/4 1/2 ഇഞ്ചൊക്കെ കുറക്കാം കേട്ടോ. അപ്പോൾ ഒരു 3.5 ഇഞ്ച് കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു കൈക്കുഴി ഒരു 3.5 ഇഞ്ചിൽ നമ്മൾക്ക് ഇങ്ങനെ കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കയ്യിനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. താഴെ ബോട്ടം സൈഡിൽ എത്രയാണ്, അതുപോലെ ഒരു സെൻറ്റർ ഭാഗത്ത് എത്രയാണ് ലെങ്ത്ത്, വിഡ്ത്ത് എത്രയാണ് വേണ്ടത്, അതിനേക്കാളും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കുക. തുണിക്കനുസരിച്ച് കൊടുക്കുക കേട്ടോ. തുണി ഇല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി, കംഫർട്ടബിളായിട്ട് അടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നീട് തടി കൂടുകയാണെങ്കിൽ കൂട്ടി കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ 1/2 ഇഞ്ചാണെങ്കിലും നമുക്ക് അടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്തായാലും 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ തുണിയുണ്ട് കേട്ടോ. ചിലർക്ക് നൈറ്റിയുടെ തുണി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത തുണി ആയതുകൊണ്ടാണ് നമുക്ക് ലാവിഷായിട്ട് വെട്ടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വെട്ടിയില്ലെങ്കിൽ നമുക്ക് കൈയൊന്നും കിട്ടൂല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അപ്പം നെക്കിന് ഞാൻ വി നെക്കാണ് കൊടുക്കുന്നത്. വി നെക്കിൽ സാധാരണയായിട്ട് നമ്മൾ 3.5 ഇഞ്ചാണ് വിടുത്ത് കൊടുക്കാറ്. പക്ഷെ ഞാനിവിടെ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അധികം ഒരു വൈഡായിട്ട് നെക്ക് ഇടുന്ന ആളുകൾക്ക് 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ഇടുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ച് വിടുത്തും 6 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചരിച്ച് വെക്കുമ്പോൾ അതൊരു 7 ഇഞ്ചായിട്ട് നമുക്ക് കിട്ടും. പിന്നെ കുത്തനെ വെക്കുമ്പോൾ 6 ഇഞ്ചായിട്ടും ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് അതൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതൊരു തുണിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. ബാക്ക് നെക്ക് ഞാൻ 4 ഇഞ്ച് വിടുത്തും 3 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്രോസ് പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് ഒന്ന് ഇതൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് നെക്കിൻ്റെ സ്ട്രിപ്പും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ നെക്ക് ഒന്ന് ഒപ്പം അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇത് ഞാനിങ്ങനെ കാണിച്ചു പോകുന്നത് ഇതിൻ്റെ മുന്നേയും കുറേ പ്രാവശ്യം വീനക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ട് നമ്മളതൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കണം. ടക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പണി പാളെന്ന് പറഞ്ഞ പോലെ അതൊന്ന് ചുളിവ് വരും കേട്ടോ. അപ്പോൾ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. പിന്നെ ബാക്കും ഫ്രണ്ടും നമുക്ക് യോജിപ്പിക്കണം. അതുപോലെ നമ്മുടെ സ്ലീവിന് നമുക്ക് ആ ഒരു ഡിസൈന് കൊടുക്കണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളത് യോജിപ്പിക്കുക. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണേ. അല്ലാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടൂല, അത്ര തന്നെ. ഓക്കെ, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ ഇത് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കൈയൊന്ന് യോജിപ്പിക്കണം. പിന്നെ കൈ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് കറക്റ്റാണോ വലിപ്പം എന്നൊക്കെ ഒന്ന് നോക്കണം. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ തന്നെ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ കേട്ടോ. ഇനി നമുക്ക് കയ്യിനൊക്കെ എത്രയാണ് വീതി എന്ന് നോക്കിയിട്ട് വീതി കറക്റ്റ് ആക്കിയിട്ട് എല്ലായിടത്തും ഒരുമിച്ച്, പിന്നെ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു 1.5 ഇഞ്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നോക്കും കൂടെ വേണം കേട്ടോ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ താഴെയും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് നിർത്താം. അപ്പോൾ ഓക്കെ, ബൈ.